ഹലോ എവരി വൺ, വെൽക്കം ടു കുടിയൻ. ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് array dot prototype dot map. The map method of array instance creates a new array populated with results of calling a provided function on every element in the calling array. അതായത് array dot map വിളിക്കുകയാണെങ്കിൽ അറേയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫംഗ്ഷനിലൂടെ കടത്തിവിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു പുതിയൊരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാണ്. ബേസിക്കലി ഒരു HTML ഫയൽ ഉണ്ടാക്കുക. HTML ഫയലിലോട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കിയിട്ട് അതിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ HTML ഫയലിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ജസ്റ്റ് ഒരു ഡോക് ടൈപ്പ് HTML, ദെൻ HTML ടാഗ്, ഹെഡ് ആൻഡ് ബോഡി. HTMLലെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ index.js എന്ന് പറഞ്ഞ ഫയൽ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഈ index.js ഫയൽ ഉണ്ടാക്കാം. index.js ഫയൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് console.log ചെയ്ത് നോക്കാം. ഇത് index.html ഒരു ബ്രൗസറിൽ എടുത്തിട്ട് ബ്രൗസറിൻ്റെ ഡെവലപ്പർ ടൂൾസിലെ കൺസോൾ ടാബ് എടുത്ത് നോക്കിയാൽ ഈ കോഡ് ലോഗ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, ഇമ്പോർട്ട് കറക്റ്റ് ആണ്. സോ നമുക്ക് മാപ്പ് ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് index.js ഫയലുമായിട്ട് ഒരു അറേ ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു അറേയിൽ ഡോട്ട് മാപ്പ് വിളിക്കുമ്പോൾ അതിലെ എല്ലാ എലമെൻസിനെയും കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആക്ഷൻ പെർഫോം ചെയ്ത് ഒരു പുതിയൊരു അറേ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്പേഴ്സ് അറേയിലെ എല്ലാ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 1, 2, 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2, 4, 6 എന്നൊരു പുതിയൊരു അറേ റിട്ടേൺ ചെയ്യും. നമുക്കിനി കോഡ് നോക്കാം. മാപ്പ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന അറേനെ മൾട്ടിപ്ലൈ ബൈ 2 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് എടുത്തു വയ്ക്കുകയാണ്. ദെൻ നമ്പേഴ്സ് ഡോട്ട് മാപ്പ് വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ പാസ് ചെയ്യാണ്. ഈ നം എന്ന് പറഞ്ഞ വേരിയബിൾ എസെൻഷ്യലി ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യം മാപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് 1, ദെൻ സെക്കൻഡ് എലമെൻറ്റ്, ദെൻ തേർഡ് എലമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ഈ നം എന്ന് പറഞ്ഞ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യും. ഈ ആക്ഷൻ എല്ലാ എലമെൻറ്റിലും നടക്കും. നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ബൈ 2നെ ഒന്ന് console.log ചെയ്തിട്ട് ബ്രൗസർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ഫിൽട്ടർ മെത്തേഡാണ്. The filter method of array instance creates a shallow copy of a portion of a given array, filtered down to just the elements from the given array that passes the test implemented by the provided function. അറേയിൽ ഫിൽട്ടർ മെത്തേഡ് വിളിക്കുകയാണെങ്കിൽ ആ ഫിൽറ്ററിനുള്ളിലോട്ട് പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന എലമെൻസിനെ മാത്രം റിട്ടേൺ ചെയ്തു വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഫിൽട്ടർ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഈവൻ നമ്പേഴ്സ്, ഇപ്പോൾ മുന്നേ കൊടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ഈവൻ നമ്പേഴ്സിന് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം എനിക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഈവൻ നമ്പേഴ്സ് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്പേഴ്സ് ഡോട്ട് ഫിൽറ്ററിൻ്റെ വാല്യൂ അസൈൻ ചെയ്തെടുക്കുകയാണ്. നമ്പേഴ്സ് ഡോട്ട് ഫിൽറ്റർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു നമ്പർ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെക്കാണ് വേണ്ടത്. ഞാനിവിടെ ഈവൻ നമ്പേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു മോഡുലസ് യൂസ് ചെയ്തിട്ട് മോഡുലസ് 2 അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 ആയിരിക്കണം. അതിനെ മാത്രം റിട്ടേൺ ചെയ്യാണ്. ദെൻ ഈ ഈവൻ നമ്പേഴ്സിനെ ലോഗ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിലെ ഈവൻ നമ്പേഴ്സിന് മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത മോഡ് ഫംഗ്ഷന് വലിയ ഡൗട്ടാണെങ്കിൽ ജസ്റ്റ് 1 മോഡ് 2 ചെയ്യുകയാണെങ്കിൽ 1 ആണ് കിട്ടുക. 2 മോഡ് 2 ചെയ്യുകയാണെങ്കിൽ 0 ആണ് കിട്ടുക. അതായത് ഓഡ് നമ്പേഴ്സിനെ മോഡ് ബൈ 2 ചെയ്താൽ 1 ആണ് കിട്ടുക. ഈവൻ നമ്പേഴ്സിനെ മോഡ് ബൈ 2 ചെയ്താൽ 0 ആണ് കിട്ടുക. കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2, 4 എന്ന് പറഞ്ഞിട്ടൊരു അറേ കാണാം. അതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുള്ള അറേയുടെ ഔട്ട്പുട്ട്. അതിൻ്റെ താഴെ 1, 0 എന്ന് പറയുന്നത് മോഡുലസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ കോഡുമാണ്. നെക്സ്റ്റ് അറേ മെത്തേഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ആണ്. The reduce method of array instance execute a user supplied reducer callback function on each element of the array in order, passing in return value from the calculation on the preceding element. The final result of running the reducer across all elements of the array is a single value. അതായത് നമ്മൾ റെഡ്യൂസ് മെത്തഡിനുള്ളിലോട്ട് പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ അറേയിലെ എല്ലാ എലമെൻറ്റിലും എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സിക്യൂട്ട് ചെയ്ത വാല്യൂ
അടുത്ത എക്സിക്യൂഷനിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡോട്ട് റെഡ്യൂസ്. ഈ റെഡ്യൂസ് ഫംഗ്ഷൻ എസെൻഷ്യലി ഒരു അറേയുടെ എല്ലാ വാല്യൂസിനെയും ഒരു സിംഗിൾ വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോഡ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്പേഴ്സ് പറഞ്ഞ അറേയുടെ സം എടുക്കുന്ന ഒരു റെഡ്യൂസ് ഫംഗ്ഷൻ എഴുതാം. നമ്പേഴ്സ് ഡോട്ട് റെഡ്യൂസ് അതിലോട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലോട്ട് അക്യുമുലേറ്റർ, കറണ്ട് വാല്യൂ എന്നീ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുക. ഈ അക്യുമുലേറ്റർ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പാസ് ചെയ്ത് കൊടുക്കാം. ACC എന്നോ CV എന്നോ എന്ത് വേണമെങ്കിലും ആവാം. ദെൻ അക്യുമുലേറ്റർ പ്ലസ് കറണ്ട് വാല്യൂ കോമ ഇനീഷ്യൽ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ, ഇവിടെ 0 ആണ് കൊടുക്കുന്നത്, അത് പാസ് ചെയ്ത് കൊടുക്കുക. രണ്ട് വാല്യൂസാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അക്യുമുലേറ്ററും കറണ്ട് വാല്യൂ. അക്യുമുലേറ്റർ പ്ലസ് കറണ്ട് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് അക്യുമുലേറ്റർ. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ 0 ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 0 പ്ലസ് കറണ്ട് വാല്യൂ. സോ ഇൻ ഫസ്റ്റ് ഇറ്ററേഷൻ 1 ആയിരിക്കും കറണ്ട് വാല്യൂ. 0 പ്ലസ് 1 അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിലോട്ട് എടുത്ത് വയ്ക്കും. ദെൻ അടുത്ത ഇറ്ററേഷനിൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ അക്യുമുലേറ്റർ അതായത് 1 ഫ്രം പ്രീവിയസ് എക്സിക്യൂഷൻ അതും പ്ലസ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 2 അതും കൂടി ആഡ് ആവും. എന്നിട്ട് വീണ്ടും അക്യുമുലേറ്ററിൽ വയ്ക്കും. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഫുൾ അറേയിലെ എല്ലാ നമ്പേഴ്സിലോട്ടും കടന്നുപോയി അതിൻ്റെ ഒരു സമ്മാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിളിനെ ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്രൗസറിൽ 10 പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.